ഇന്ന് നമ്മുടെ ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നമ്മുടെ അതിർത്തികൾ കാക്കാൻ കരയിലും ആകാശത്തും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ശത്രുക്കൾ പോലും പേടിക്കുന്ന ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് ഒളിച്ചിരിക്കുന്നത് ആഴക്കടലിന്റെ നിശബ്ദതയിലാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജാവായി മാറാൻ ഒരു പുതിയ അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. അതിന്റെ പേരാണ് INS ഹരിതമൻ. എന്താണ് ഈ ഹരിതമൻ എന്നും ഇത് എങ്ങനെയാണ് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നതെന്നും കേൾക്കുമ്പോൾ ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ അഭിമാനം നിറയും. ഇത് വെറും ഒരു കപ്പലോ അന്തർവാഹിനിയോ അല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ വലിയൊരു പ്രഖ്യാപനമാണ്. ആദ്യം തന്നെ നമുക്ക് ലളിതമായി പറയാം, എന്താണ് ഈ INS ഹരിതമൻ? ഇതൊരു ആണവ അന്തർവാഹിനിയാണ്. അതായത് സാധാരണ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്ക് വായു നിറയ്ക്കാനും മറ്റുമായി ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വരേണ്ടി വരും. അപ്പോൾ ശത്രുക്കളുടെ റഡാറുകളിൽ അവ പെട്ടെന്ന് പതിയും. എന്നാൽ ഹരിതമൻ അങ്ങനെയല്ല. ഇതിന് മാസങ്ങളോളം കടലിനടിയിൽ തന്നെ ഒളിച്ചിരിക്കാൻ സാധിക്കും. ശത്രുക്കൾക്ക് ഇതിനെ കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത്. ശത്രുരാജ്യം അറിയുക പോലുമില്ല അവരുടെ അതിർത്തിക്കടുത്ത് കടലിനടിയിൽ ഇന്ത്യയുടെ ഒരു വലിയ സൈനിക താവളം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ നേട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് മറ്റൊരു കാര്യത്തിലാണ്. ഈ അത്യാധുനിക യുദ്ധക്കപ്പലിന്റെ 90% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും. പണ്ട് നമ്മൾ ചെറിയ ആയുധങ്ങൾക്ക് പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ദീർഘവീക്ഷണത്തിലൂടെ നമ്മൾ സ്വയം പര്യാപ്തത നേടിയിരിക്കുകയാണ്. വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നമ്മുടെ എഞ്ചിനീയർമാരുടെ ബുദ്ധിയും വിയർപ്പും ഒഴുക്കി നിർമ്മിച്ച ഈ അന്തർവാഹിനി ഇന്ത്യയുടെ സാങ്കേതിക കരുത്തിന്റെ തെളിവാണ്. ഇതിലെ ആണവ റിയാക്ടർ പോലും പൂർണ്ണമായും നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കോ മറ്റോ ഇനി നമുക്ക് മറ്റൊരു രാജ്യത്തിന് മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ കരുത്തൻ നാവികസേനയ്ക്ക് കൈമാറുന്നത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച വമ്പൻ മുന്നേറ്റത്തിന്റെ അടയാളമായിട്ടാണ് ഈ ചടങ്ങിനെ ലോകം നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണിത്. ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ എത്രത്തോളം കരുത്തരായി മാറിക്കഴിഞ്ഞു എന്ന് ലോകശക്തികളെ ബോധ്യപ്പെടുത്താൻ INS ഹരിതമന്റെ വരവിലൂടെ നമുക്ക് സാധിച്ചു. ഇനി ഇതിലെ ഏറ്റവും മാരകമായ ആയുധത്തെക്കുറിച്ച് പറയാം. അതാണ് K4 ബാലിസ്റ്റിക് മിസൈൽ. ഇതിന്റെ ശക്തി കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. കടലിനടിയിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ഏകദേശം 3500 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനം കൃത്യമായി തകർക്കാൻ ഈ മിസൈലിന് കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കേ അറ്റത്ത് ശത്രു നിൽക്കുമ്പോൾ തന്നെ ശത്രു രാജ്യത്തിന്റെ ഏത് നഗരത്തെയും ഏത് സൈനിക താവളത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ഈ ഒരൊറ്റ അന്തർവാഹിനി മതി. ഇതിൽ 8 മിസൈൽ ലോഞ്ച് ട്യൂബുകളാണുള്ളത്. അതായത് ഒരേ സമയം പല ലക്ഷ്യങ്ങളിലേക്ക് മരണദൂതുമായി കുതിക്കാൻ ഇതിന് സാധിക്കും. പാകിസ്ഥാൻ പോലുള്ള ശത്രു രാജ്യങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ഈ സംവിധാനം നൽകുന്നത്. ഇന്ത്യ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ഞങ്ങൾ ആരെയും ആദ്യം പോയി ആക്രമിക്കില്ല എന്നതാണ് നമ്മുടെ നയം. പക്ഷെ ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ പരിക്കേൽപ്പിക്കാൻ വന്നാൽ അവർക്ക് കൊടുക്കുന്ന തിരിച്ചടി ഏറ്റവും മാരകമായിരിക്കും. ഒരു പക്ഷേ ശത്രുക്കൾ നമ്മുടെ കരയിലെത്തും. ആകാശത്തെയും സൈനിക സംവിധാനങ്ങളെ ആക്രമിച്ചാൽ പോലും കടലിനടിയിൽ ആരും കാണാതെ ഒളിച്ചിരിക്കുന്ന ഹരിതമൻ അവർക്ക് നേരെ ആഞ്ഞടിക്കും. ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ചുറ്റും പണിതിരിക്കുന്ന അജയ്യമായ ഒരു കോട്ട തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? 100 കണക്കിന് സൈനികർ മാസങ്ങളോളം സൂര്യപ്രകാശം പോലും കാണാതെ എങ്ങനെയാണ് ഈ അന്തർവാഹിനിക്കുള്ളിൽ കഴിയുന്നതെന്ന്. INS ഹരിതമനുള്ളിൽ അത്യാധുനികമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സൈനികർക്ക് ആവശ്യമായ വായു ശുദ്ധീകരിക്കാനും കടൽ വെള്ളം കുടിവെള്ളമാക്കി മാറ്റാനുമുള്ള പ്ലാന്റുകൾ ഇതിനുള്ളിലുണ്ട്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ നമ്മുടെ സൈനികർക്ക് ഈ സാങ്കേതിക വിദ്യ കരുത്തേകുകയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തരായ നാവിക സേനകൾക്ക് മാത്രം അവകാശപ്പെടുന്ന ഈ നേട്ടം ഇന്ന് ഇന്ത്യയുടെ കൈകളിലാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഹരിതമൻ എന്ന് വിളിക്കുന്നത്? സംസ്കൃതത്തിൽ നിന്ന് വന്ന വാക്കാണിത്. ശത്രുവിനെ അടിച്ചമർത്തുവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്ത്യയുടെ ഓരോ അന്തർവാഹിനിക്കും ഇത്തരം അർത്ഥവത്തായ പേരുകളാണ് നൽകുന്നത്. ആദ്യത്തേത് ഹരിഹന്ത്, ശത്രുവിനെ കൊല്ലുന്നവൻ. രണ്ടാമത്തേത് ഹരിഗഡ്, ശത്രുവിനെ തകർക്കുന്നവൻ. ഇപ്പോൾ ഇതാ മൂന്നാമനായി ഹരിതമൻ എത്തിയിരിക്കുന്നു. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ശത്രു രാജ്യങ്ങളുടെ ഉള്ളിൽ ഭയം നിറയും. ഇത് വെറും പേര് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ അടയാളം കൂടിയാണ്.
ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ കപ്പലുകൾ ഇടയ്ക്കിടെ വന്നു പോകുന്നത് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. പാകിസ്ഥാനും അവരുടെ നാവികസേനയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അരിതമിന്റെ വരവോടെ ഈ മേഖലയിലെ കളി മാറുകയാണ്. കടലിന്റെ ആഴങ്ങളിൽ എവിടെയാണ് ഇന്ത്യയുടെ ആറ്റോമിക് കൊലയാളി പതിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയില്ല. ഇത് ഇന്ത്യക്ക് നൽകുന്ന തന്ത്രപരമായ മേൽക്കൈ വളരെ വലുതാണ്. ശത്രുക്കൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ ഭാരതം 10 അടി മുന്നിൽ ചിന്തിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഹരിതമൻ ഒരു തുടക്കം മാത്രമാണ്. മോദി സർക്കാരിന്റെ ലക്ഷ്യം ഭാരതത്തെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാക്കി മാറ്റുക എന്നതാണ്. ഇതിലും വലിയ കൂടുതൽ കരുത്തുള്ള അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രാജ്യം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ കൊടുത്ത് ആയുധം വാങ്ങുന്നതിന് പകരം ആ പണം നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കും എഞ്ചിനീയർമാർക്കും ലഭിക്കുകയാണ്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുന്നു. ഓരോ ഇന്ത്യക്കാരനും നികുതിയായി നൽകുന്ന പണം ഇത്രയും സുരക്ഷിതമായ കൈകളിലാണെന്നത് നമുക്ക് ആശ്വാസം നൽകുകയാണ്. ഹരിതമിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അതിലെ കണ്ണും കാതുമായ സോണാർ സിസ്റ്റമാണ്. വെള്ളത്തിനടിയിൽ കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രു കപ്പലുകളുടെയോ അന്തർവാഹിനികളുടെയോ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാൻ ഇതിന് സാധിക്കും. നമ്മുടെ നാവികസേനയുടെ ശാസ്ത്രജ്ഞർ വികസിച്ചെടുത്ത ഈ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ്. അതായത് ശത്രു നമ്മളെ കാണുന്നതിന് എത്രയോ മുമ്പ് തന്നെ നമുക്ക് അവരെ കണ്ടെത്താനും വേണമെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും സാധിക്കും. ഇതൊരു കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ മുൻപിലുണ്ടായിരുന്ന INS ഹരികട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹരിതമൻ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. ഹരികട്ടിന് വഹിക്കാവുന്നതിനേക്കാൾ ഇരട്ടി മിസൈലുകൾ വഹിക്കാൻ ഹരിതമന് സാധിക്കും. കൂടുതൽ മിസൈലുകൾ എന്നാൽ ശത്രുവിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് കഴിയുമെന്നാണ് അർത്ഥം. കൂടുതൽ സമയം കാലിനടിയിൽ പെട്രോളിംഗ് നടത്താനും വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനും ഇതിന് സാധിക്കും. ഈ അന്തർവാഹിനി നിർമ്മിച്ച വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലെ വിശേഷങ്ങളും നമ്മൾ പറയേണ്ടതുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ എഞ്ചിനീയർമാരും തൊഴിലാളികളും എടുത്ത അധ്വാനമാണ് ഇന്ന് സമുദ്രത്തിൽ കാണുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത് വാങ്ങുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ നമുക്ക് ചിലവാകുമായിരുന്നു. എന്നാൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആ പണം നമ്മുടെ നാട്ടിൽ തന്നെ നിന്നു. 10,000-കണക്കിന് ആളുകൾക്ക് ജോലി ലഭിച്ചു. ഇത് വെറുമൊരു പ്രതിരോധ നേട്ടം മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തികമായ വളർച്ചയുടെ കൂടി അടയാളമാണ്. ഇന്ത്യ ഇന്ന് ആരുടെയും മുന്നിൽ തലകുനിക്കുന്ന രാജ്യമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മേഖലയിൽ നമ്മൾ കൈവരിച്ച ഈ സ്വയം പര്യാപ്തത ലോകരാജ്യങ്ങളെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഭാരതം തന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഹരിതമനിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഭാരതത്തിന്റെ ഈ കാവൽക്കാരൻ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് സമാധാനമായി ഉറങ്ങാം. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് INS ഹരിതമന്റെ സാങ്കേതിക കരുത്തിനെ കുറിച്ചും അതിന്റെ മിസൈൽ ശേഷിയെ കുറിച്ചുമാണ്. എന്നാൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ശക്തി എന്നത് ഭാരതീയന്റെ നിശ്ചയദാർഢ്യമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന ഒരു സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് നമ്മൾ ഇത്രയധികം പണം പ്രതിരോധ മേഖലയ്ക്കായി ചിലവാക്കുന്നതെന്ന്. അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. സമാധാനം നിലനിൽക്കണമെങ്കിൽ നാം ശക്തരായിരിക്കണം. പണ്ട് അയൽരാജ്യങ്ങൾ നമ്മുടെ അതിർത്തികളിൽ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രതിരോധിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ നയം മാറി. ഇത് പുതിയ ഇന്ത്യയാണ്. ശത്രുപാളയത്തിൽ ചെന്ന് ആക്രമിക്കാനും കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്ന് തിരിച്ചടിക്കാനും ഇന്ന് നമുക്ക് ശേഷിയുണ്ട്. INS ഹരിതമൻ സമുദ്രത്തിൽ പെട്രോളിംഗ് നടത്തുമ്പോൾ അത് കേവലം ഒരു പെട്രോളിംഗ് മാത്രമല്ല, മറിച്ച് ശത്രുക്കൾക്ക് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണ്. ഭാരതത്തിന്റെ മണ്ണിലേക്കോ കടലിലേക്കോ കണ്ണെറിഞ്ഞാൽ അതിന്റെ ഫലം അതിഭീകരമായിരിക്കും. നമ്മുടെ നാവികസേനയും മറ്റും കൈകോർത്ത് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ഈ അത്ഭുതം വരും തലമുറയിലെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനമാകും. പ്രതിരോധ മേഖലയിൽ നമ്മൾ കൈവരിച്ച ഈ സ്വയം പര്യാപ്തത നാളെ മറ്റു മേഖലകളിലും ഇന്ത്യ ഒന്നാമതെത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും സൈന്യത്തിന്റെ പോരാട്ട വീര്യവും ഒത്തുചേരുമ്പോൾ ഭാരതം ലോകത്തിന്റെ നെറുകയിൽ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം കൈവരിച്ച ഈ വലിയ നേട്ടത്തെക്കുറിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മുടെ സൈനികർക്കും ഈ മഹത്തായ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. INS ഹരിതമൻ ആഴക്കടലിൽ കാവൽ നിൽക്കുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനത്തോടെ പറയാം, നമ്മുടെ രാജ്യം സുരക്ഷിതമാണെന്ന്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.